എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ എത്തിയ മീഡിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ആദ്യമായ നന്ദിയും സ്വാഗതവും ഒരുമിച്ച് അറിയിക്കുകയാണ്. ഈ വരുന്ന 20-ാം തീയതി റിലീസാവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റിലാണ് നമ്മളുള്ളത്. കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറയാമെന്നാണ്. നമ്മൾ പറഞ്ഞ പോലെ ട്രെയിലറിലും മറ്റൊക്കെ കണ്ടതിന് മുമ്പൊക്കെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ബിനു അഴിഞ്ഞാട്ടമാണ് എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറയാനുള്ളത്. അതുപോലെ ഒരു 13 സിനിമകളിലൊക്കെ അഭിനയിച്ച സുരാജേട്ടൻ ആദ്യമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന സിനിമയാണ്. അപ്പോൾ തീർച്ചയായും സുരാജേട്ടൻ ആദ്യമായിട്ടൊരു സിനിമ നിർമ്മിക്കുമ്പോൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്താൽ തീർച്ചയായും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? അപ്പം എന്താണ് ആ ഒരു പ്രത്യേകത? അത് ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് സുരാജേട്ടനാണ്. സുരാജേട്ടൻ വരും പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സുരാജേട്ടൻ ഇങ്ങനെ 250 അല്ലെങ്കിൽ 300 സിനിമ ചെയ്ത ഒരാൾ ഈ സിനിമ തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. അപ്പോൾ നല്ലൊരു ഗൈഡ് കൊടുക്കുക അല്ലേ സംവിധായകൻ ശ്രീ ആമീർ പള്ളിക്ക്. ഗുഡ് മോർണിംഗ്. വളരെയധികം സന്തോഷം. ഞങ്ങളിങ്ങനെ ഒരു കൊച്ചു സിനിമ ഞങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ഡ്രാമകളും കളിക്കുക എന്നുള്ളത് സുരാജേട്ടൻ്റെ ഒരു ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പടത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക. ഇങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പല ഭാഷകളിലുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം വരുന്ന ഒരു സിനിമയാണ് ED എന്നുള്ള സിനിമ. അപ്പം ED എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടിട്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെയുള്ള കൊച്ചു കൊച്ചു ഡ്രാമയ്ക്കൊക്കെ മുതിർന്നത്. എനിവേ വളരെയധികം സന്തോഷം. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് പ്രൊമോഷൻ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രസ് മീറ്റ് എന്ന് പറയുന്നത്. സോ വളരെയധികം സന്തോഷം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ എല്ലാവരും കൂടെ ഇതിൻ്റെ വിവിധതരം ഇൻ്റർവ്യൂകളും പ്രൊമോഷൻ പരിപാടികളിലെല്ലാം പോയി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറ്റുന്ന ആർട്ടിസ്റ്റുകളെല്ലാം പോയി പങ്കെടുക്കുകയും ഞങ്ങളിങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എല്ലാവരെയും മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസായ മാജിക് ഫ്രെയിംസിൻ്റെയും വിലാസിനി സിനിമാസിൻ്റെയും ഒരു തോന്നൽ. അത് ഞങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ സിനിമ ARM എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി മാറി, ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഒരു കൊച്ചു സിനിമ ഒരു വലിയ സിനിമയായി മാറുമെന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്ക് ഉള്ളിലുണ്ട്. ഇനി എല്ലാവരും സംസാരിക്കാനായിട്ടുണ്ട്. ഈ രാവിലെ ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുന്നു. താങ്ക് യു. സുരാജേട്ടാ നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുണ്ടല്ലോ. അതെ, ഡീസന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കണില്ല. അപ്പോൾ നമ്മളെല്ലാവരും കോട്ട് കിട്ടുകൊണ്ട് ഇന്ന് പോരാമെന്നിരുന്നു. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം, നന്ദി. രാവിലെ തന്നെ എത്തിയതിൽ പറഞ്ഞ പോലെ നേരത്തെ ആമീറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലാസിനി സിനിമാസും കൂടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം. അത് ശരിക്കും ആമീർ വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് പറയേണ്ടതാണെന്ന് തോന്നി. അപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പിന്നെ സൈക്കോ ആണെന്ന് ചോദിച്ചു അല്ലേ? ഇത് സൈക്കോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ സൈക്കോ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പിന്നെ ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. അതായത് എല്ലാ മനുഷ്യരിലും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഹൈ അല്ല, ചിലപ്പോൾ ലോ രൂപം എന്ന് പറയുന്ന വലിയ ഒരു വൃത്തികെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയെ ചിലപ്പോൾ നമുക്ക് സൈക്കോ എന്നൊക്കെ പറയാം, തോന്നിപ്പിക്കാം. എന്തായാലും ഈ സിനിമയിൽ പ്രൊഡ്യൂസറാണ്, അതുപോലെ നായകനാണ്. ഏത് റോളാണ് എളുപ്പം? എനിക്ക് എളുപ്പം ആക്ടിങ് തന്നെയാണ്. മറ്റത് ഞാൻ നോക്കേണ്ടി വന്നില്ല. ഞാൻ പയ്യനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും സുരാജേട്ടൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സൈക്കോ ബിനു അത് എന്താണ്? അയ്യോ സോറി, സൈക്കോ എന്ന് തോന്നിപ്പിക്കുന്ന ബിനു എന്താണ് ബിനുവിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ആ ഒരു ജീവിത സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ആളുടെ മാനസിക മാറുന്ന സമയത്ത് സൈക്കോ ആണെന്ന് തോന്നാം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ സോഡ കുപ്പി കണ്ണടയൊക്കെ വെച്ച് അതെ, ഗെറ്റപ്പ് എല്ലാം പുതിയ ഗെറ്റപ്പാണ്. പിന്നെന്താ, ഒരു 2 അപ്പിയറൻസ് ഉണ്ട്, നിങ്ങൾ അതിൽ കണ്ടുപോലെ തന്നെയാണ്. പിന്നെ മനോഹരങ്ങളായ പാട്ടുണ്ട്, ഒരു 6 പാട്ടുണ്ട്.
2 ബിഗ് സോങ് ആണ്. 4 എണ്ണം മുഴുനീളമായിട്ടുണ്ട്. ഭയങ്കര രസമുള്ളതാണ്. അങ്കിത് മേനോൻ തകർത്തിട്ടുണ്ട്. താങ്ക് യു അങ്കിത്. താങ്ക് യു. വേറെന്താ, ഇതിൻ്റെ കഥ കൂടുതൽ പറയാൻ പറ്റില്ല. ശരിക്കും ഒരു കുടുംബത്തിൽ നടക്കുന്ന പറഞ്ഞ പോലെ ഉള്ള ഒരു കഥയാണ്. അത് സിറ്റുവേഷൻ വൈസ് ഉള്ള ഹ്യൂമറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അവസാനം നിങ്ങൾ ചിരിച്ച് ഹാപ്പി ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് നമ്മുടെ ബിനുവും ഫാമിലിയും കൊണ്ടുപോകും തന്നെ വിശ്വസിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഈ എക്സ്ട്രാ ഡീസൻറ്റുകൾ അല്ല, അത് നിങ്ങൾ ഇഷ്ടപ്പെടണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരോടും പറയുക. അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. അപ്പോൾ താങ്ക് യു. താങ്ക് യു വെരി മച്ച് സുരാജേട്ടാ.